നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിൽ നിന്നും. jemain.nta.nic.in എന്ന വെബ്സൈറ്റിൽ ജെയ്മെയിൻ 2026 സെഷൻ 2 ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫെബ്രുവരി 2 ആരംഭിക്കുന്നു. നമുക്കറിയാം, രാജ്യത്തെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള NITകളുടെയും IIITകളുടെയും ഒക്കെ പ്രവേശനം തീരുമാനിക്കുന്നത് ജെയ്മെയിൻ ഓൾ ഇന്ത്യ റാങ്കിൽ നിന്നാണ്. രാജ്യത്തെ 23 IITകളുടെ പ്രവേശനം തീരുമാനിക്കുന്ന മെയ് 17 നടക്കുന്ന ജെയ് അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ യോഗ്യത നേടുന്ന 2.5 ലക്ഷം വിദ്യാർത്ഥികളെയും തീരുമാനിക്കുന്നത് ജെയ്മെയിൻ്റെ ഈ എക്സാമാണ്. അപ്പം ബിടെക് പ്രവേശനം ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം 2 അവസരങ്ങളാണ് ജെയ്മെയിന് ലഭിക്കുന്നത്. ആദ്യ സെഷൻ ജനുവരി 22 മുതൽ ജനുവരി 29 വരെ ആയിരുന്നു. അതിന്റെ പെർസെൻറ്റേജ് സ്കോർ ഫെബ്രുവരി 12 പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ഒന്നുകിൽ ആ സ്കോർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇതുവരെയും അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പുതിയതായിട്ട് അപേക്ഷ കൊടുക്കണം. ഈ 2 കാര്യങ്ങളാണ് ഫെബ്രുവരി 2 മുതൽ നമുക്ക് ചെയ്യാനുള്ളത്. ആദ്യ സെഷന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾ, പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് അവരുടെ അതേ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്തിട്ട് രണ്ടാമത്തെ സെഷന് വേണ്ടി എക്സാം സെന്ററും അതുപോലെ ഏതൊക്കെ പേപ്പർ എഴുതണം, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം എന്നൊക്കെ സെലക്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനും. എന്നാൽ ആദ്യത്തെ സെഷന് വേണ്ടി അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴി നമ്മൾ മുഴുവൻ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാനുള്ള സാവകാശവും ലഭിക്കും. ഇങ്ങനെ 2 എക്സാമും എഴുതുന്ന വിദ്യാർത്ഥിക്ക് ഏറ്റവും ഉയർന്ന പെർസെൻറ്റേജ് സ്കോർ ആയിരിക്കും ജെയ്മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് തീരുമാനിക്കുന്നതിന് എടുക്കുക. 2 എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ ആവറേജ് പെർസെൻറ്റേജ് സ്കോർ അല്ല എടുക്കുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു സെഷന് കുറഞ്ഞു പോയാലും ഏറ്റവും കൂടുതലുള്ള പെർസെൻറ്റേജ് സ്കോറാണ് ജെയ്മെയിൻ ഓൾ ഇന്ത്യ റാങ്കിന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ആദ്യ സെഷൻ എഴുതിയ വിദ്യാർത്ഥികൾക്ക് യാതൊരു ടെൻഷനും കൂടാതെ രണ്ടാമത്തെ സെഷൻ എഴുതാം. കാരണം ഇൻ കേസ് ഇനി പെർസെൻറ്റേജ് സ്കോർ കുറഞ്ഞാലും അവരുടെ ഓൾ ഇന്ത്യ റാങ്കിനെ അത് ബാധിക്കില്ല. അതുപോലെ തന്നെ ഒരു എബോവ് 90% അല്ലെങ്കിൽ 70 80 ഒക്കെ കിട്ടുന്ന പെർസെൻറ്റേജ് സ്കോർ ഉള്ളവർക്ക് അത് 95 അപ്പുറത്തോട്ട് പെർസെൻറ്റേജ് സ്കോറൊക്കെ എത്തിക്കാനും, 95 97 ഒക്കെ എത്തിയവർക്ക് 99% സ്കോറിലോട്ടൊക്കെ എത്തിക്കാനുള്ള സുവർണ അവസരമാണ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്ന ജെയ്മെയിൻ സെഷൻ 2. അങ്ങനെ ജെയ്മെയിൻ സെഷൻ 2 ഓൺലൈൻ ആപ്ലിക്കേഷനാണ് നാളെ മുതൽ ജെയ്മെയിൻ്റെ വെബ്സൈറ്റിൽ ആരംഭിക്കുന്നത്. വിശദമായ നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. ജെയ്മെയിൻ 2ാമത്തെ സെഷൻ എക്സാം ഓൺലൈൻ എക്സാം ആണ്. സെഷൻ 2 ഏപ്രിൽ 2 മുതലാണ്. ഏപ്രിൽ 2 മുതൽ ഏപ്രിൽ 9 വരെ. അതിൻ്റെ ആപ്ലിക്കേഷനാണ് ഫെബ്രുവരി 25 വരെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റും ഫെബ്രുവരി 25 തന്നെയാണ്. പ്രത്യേകം നോട്ടിഫിക്കേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കുക. നമുക്ക് ജെയ്മെയിൻ സെഷൻ 1 അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഈ 2ാമത്തെ സെഷൻ എഴുതണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ആദ്യത്തെ സെഷൻ എഴുതി കംപ്ലീറ്റ് ചെയ്തവർക്ക് നിർബന്ധമായിട്ടും 2ാമത്തെ സെഷനും അപ്ലൈ ചെയ്യണം നിർബന്ധമുണ്ടോ? വേണ്ട. നല്ലൊരു പെർസെൻറ്റേജ് സ്കോർ കിട്ടുമെന്നുണ്ടെങ്കിൽ 2ാമത്തെ സെഷൻ അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മൾ മുമ്പ് പറഞ്ഞു, ഇൻ കേസ് ഇനി പെർസെൻറ്റേജ് സ്കോർ കുറഞ്ഞു പോയാലും ഏറ്റവും കൂടിയ പെർസെൻറ്റേജ് സ്കോർ എടുക്കും. അപ്പം സെഷൻ 2 അപ്ലൈ ചെയ്യുന്നതിന് യാതൊരുവിധ റിസ്ക്കുമില്ല. അങ്ങനെ സെഷൻ 1 അപ്ലൈ ചെയ്യുകയും പരീക്ഷ എഴുതുകയും ചെയ്ത വിദ്യാർത്ഥികൾ സെഷൻ 2 അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ലോഗിൻ ചെയ്യുകയും അതേ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുകയും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുക. നമുക്കറിയാം 3 പേപ്പറുകളാണ് ജെയ്മെയിൻ സെഷൻ 2 അതായത് നമ്മൾ ആദ്യത്തെ സെഷനിൽ ഉണ്ടായിരുന്നു പേപ്പർ 1 ബിടെക്, 2A BArch, 2B പ്ലാനിങ്. ഇതിൽ ഏതൊക്കെ പേപ്പറുകൾ എക്സാം എഴുതുന്നുണ്ടോ ആ പേപ്പറുകൾ സെലക്ട് ചെയ്യുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുക, എക്സാം സെൻറ്റർ ചൂസ് ചെയ്യുക, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ഇംഗ്ലീഷ്, ഹിന്ദി ഓർ എനി ലോക്കൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, കൺഫർമേഷൻ പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതുമാത്രമേ ഉള്ളൂ സെഷൻ 1 അപ്ലൈ ചെയ്തവർക്ക് ചെയ്യാനായിട്ടുള്ളൂ. ഒരു കാരണവശാലും സെഷൻ 1 അപ്ലൈ ചെയ്ത വിദ്യാർത്ഥി മറ്റൊരു പുതിയതായിട്ട് ന്യൂ രജിസ്ട്രേഷൻ ചെയ്ത് പുതിയൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ 2 ആപ്ലിക്കേഷൻ ഒരു വിദ്യാർത്ഥിയുടെ പേരിലുണ്ടെങ്കിൽ അവരുടെ ജെയ്മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് തടഞ്ഞു വെക്കുകയും അവർക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ജെയ്മെയിൻ സെഷൻ 1 അപ്ലൈ ചെയ്തവർ ദയവായിട്ട്, നിങ്ങളാണെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരാണെങ്കിലും ജെയ്മെയിൻ സെഷൻ 1 അപ്ലൈ ചെയ്തവർ അതേ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് സെഷൻ 2 ഏതൊക്കെ പേപ്പറുകൾ അതുപോലെ തന്നെ എക്സാം സിറ്റി ചൂസ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ സെഷൻ 1 അപ്ലൈ ചെയ്യാത്ത
ചെയ്യാത്തവർക്ക് ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴി ഫോട്ടോയും സിഗ്നേച്ചറും അതുപോലെ തന്നെ ക്ലാസ് 10ൻ്റെ മാർക്ക് ലിസ്റ്റും ആധാർ അല്ലാതെ വെക്കുന്ന ID പ്രൂഫും ഒക്കെ അപ്ലോഡ് ചെയ്ത് കൺഫർമേഷൻ പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കുകയും ചെയ്യണം. jemain.nta.nic.in എന്ന വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ആക്ടിവിറ്റിയിൽ രജിസ്ട്രേഷൻ ഫോർ സെഷൻ 2 ഓൾറെഡി അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ മാത്രം മതിയാകും. എന്നാൽ സെഷൻ 1 അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴി മുമ്പോട്ട് പോവുകയും അവരുടെ ബേസിക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുക. ജെയ്മെയിൻ ആദ്യ സെഷൻ എഴുതിയ വിദ്യാർത്ഥികളുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ അവരുടെ റെസ്പോൺസും ആൻസർ കീയും ഒക്കെ അവരുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ID-യിൽ വരികയും എന്തെങ്കിലും നമുക്ക് കറക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ NTA അറിയിക്കാനുള്ള നോട്ടിഫിക്കേഷൻ ഏറ്റവും അടുത്ത് തന്നെ ജെയ്മെയിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അതിനനുസരിച്ച് അവർക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും ഒഫീഷ്യലായിട്ടുള്ള ഒറിജിനൽ ആൻസർ കീ ജെയ്മെയിൻ പ്രസിദ്ധീകരിക്കുകയും ഫെബ്രുവരി 12 ജെയ്മെയിൻ ഫസ്റ്റ് സെഷൻ്റെ പേഴ്സൻറ്റേജ് സ്കോർ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നത്. സെഷൻ 2വിൻ്റെ എക്സാം സിറ്റി അനൗൺസ്മെൻറ്റ് ഏത് സിറ്റിയിലാണ് ഏത് ഡേറ്റിലാണ് എക്സാം എന്നുള്ളത് മാർച്ച് ആദ്യത്തെ ആഴ്ചയും അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് മാർച്ച് 25 ശേഷവും ജെയ്മെയിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. രണ്ടാമത്തെ സെഷന് പുതിയ അഡ്മിറ്റ് കാർഡാണ് ഉള്ളതെന്നുള്ളത് നമുക്കറിയാമല്ലോ. എക്സാം സെൻറ്ററും നമുക്ക് വ്യത്യസ്തമായിരിക്കും. അത് സെഷൻ 1 യാതൊരു ബന്ധവും ഉണ്ടാവണമെന്നില്ല. നമ്മൾ ജെയ്മെയിൻ്റെ ഫസ്റ്റ് സെഷന് ഏതൊക്കെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടോ, ഏതൊക്കെ സ്റ്റേറ്റിൽ അതോ വിദേശത്തൊക്കെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എക്സാം സിറ്റി ഏത് വേണമെങ്കിലും അവർക്ക് ഓപ്റ്റ് ചെയ്യാം. ആദ്യത്തെ സെഷൻ എക്സാം എഴുതിയ സിറ്റിയിൽ തന്നെ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൽ തന്നെ എക്സാം എഴുതണമെന്നൊന്നും നിർബന്ധമില്ല. വിദേശത്ത് നിന്ന് ആർക്കെങ്കിലും നാട്ടിലോട്ട് വന്ന് പരീക്ഷ എഴുതുകയോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആർക്കെങ്കിലും വിദേശത്ത് പോയി എക്സാം എഴുതാനൊക്കെയുള്ള സൗകര്യം ഉണ്ടായിരിക്കും. പക്ഷേ ആദ്യത്തെ സെഷൻ അപ്ലൈ ചെയ്തപ്പം ഡിഫറെൻ്റ് അഡ്രസ്സ് വെച്ചവർക്ക് മാത്രമേ നമുക്കങ്ങനെ വിദേശത്തോട്ടൊക്കെ പോയി എഴുതാനുള്ള സാധിക്കുകയുള്ളൂ. എന്നാൽ സ്റ്റേറ്റിൽ ഏത് സിറ്റിയും എക്സാം സിറ്റിയും അവർക്ക് സെലക്ട് ചെയ്യാനുള്ള അനുവാദമൊക്കെ ഉണ്ടായിരിക്കും. അതിന് സെഷൻ 1 എവിടെ എഴുതി എന്നുള്ളതിന് നിങ്ങൾക്ക് യാതൊരു തരത്തിലും ചിന്തിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാം സിറ്റിയിൽ സെഷൻ 2 എഴുതാനായിട്ടുള്ള സൗകര്യമുണ്ടായിരിക്കും. അപ്പോൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ജെയ്മെയിൻ 2026 സെഷൻ 2 അപ്ലൈ ചെയ്യുക. ഫെബ്രുവരി 25 ലാസ്റ്റ് ഡേറ്റ്. പേയ്മെൻറ്റ് അടയ്ക്കാൻ ഉൾപ്പെടെ സെഷൻ ഫെബ്രുവരി 25 ലാസ്റ്റ് ഡേറ്റ്. സെഷൻ 1 ചെയ്തവരും മുഴുവൻ ആപ്ലിക്കേഷൻ ഫീസ് തന്നെ സെഷൻ 2 ചെയ്യണം. അതിനുശേഷം നമുക്ക് ഏപ്രിൽ 20 നമ്മുടെ ജെയ്മെയിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിക്കുകയും മെയ് 17 നടക്കുന്ന JEE അഡ്വാൻസ്ഡിന് വേണ്ടിയിട്ട് ഏപ്രിൽ 20 ഒരിക്കൽ കൂടി JEE.adv.ac.in എന്ന വെബ്സൈറ്റിൽ IIT JEE അഡ്വാൻസ്ഡിന് വേണ്ടി ഒരിക്കൽ കൂടി ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സെഷൻ 2വിൻ്റെ ആപ്ലിക്കേഷനാണ് ജെയ്മെയിൻ്റെ വെബ്സൈറ്റിൽ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണെന്നറിയാം. അതോടൊപ്പം ഈ വർഷം ബോർഡ് എക്സാം എഴുതേണ്ട വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവരൊക്കെ കൃത്യമായിട്ടും മനസ്സിലാക്കി ജെയ്മെയിൻ അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിലൊക്കെ നമ്മൾ ഓൾറെഡി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒക്കെ ബിർലിൻ്റെ യൂട്യൂബ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കി വളരെ ശ്രദ്ധയോടുകൂടി ജെയ്മെയിൻ്റെ വെബ്സൈറ്റിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.